Hi, hello, welcome to my YouTube channel. So today's class എന്ന് പറയുന്നത് ഹൗ ബീസ്ലി ദ ബൂർഷോസ് ഈസ് ബൈ DH ലോറൻസ്. ആ പോയമാണ് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നത് അലോങ് വിത്ത് മാർക്സിൻ്റെ, അതായത് കാർൽ മാർക്സിൻ്റെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെക്കുറിച്ചുള്ള ഒരു ക്രിട്ടീക്കും ഈ ഒരു പോയത്തിനകത്ത് എങ്ങനെയാണ് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്, അതായത് ഹിസ് ഐഡിയ ഓഫ് ബൂർഷോസ് എന്താണ് എന്നതും കൂടി നമ്മൾ ഈ ഒരു പോയത്തിനകത്തുകൂടി ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് DH ലോറൻസിലോട്ട് പോവാം. DH ലോറൻസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, പോയറ്റ് ആൻഡ് എസേയിസ്റ്റ് ആണ്. ആൻഡ് ഹിസ് ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ദ വൈറ്റ് പീക്കോക്ക് ആണ്. അപ്പോൾ ഈ നോവലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ എസ്സേ എഴുതുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ ഈ നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തുള്ള 2-3 പോയിന്റ്സ് ഒക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെയിൻ വർക്ക് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ ദ വൈറ്റ് പീക്കോക്ക് ആണ്. തീംസ് എന്ന് പറയുന്നത് ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ആണ് കൂടുതലായിട്ടും ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓട്ടോബയോഗ്രഫിക്കൽ നോവലും കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ എന്താ പറയുക, പേഴ്സണൽ എക്സ്പീരിയൻസും പേഴ്സണൽ ലൈഫിലെ കുറച്ച് എലിമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എഴുതിയേക്കുന്നതാണ്. അതൊരു വർക്കിംഗ് ക്ലാസ് ഫാമിലി ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ റെയിൻബോ എന്ന് പറഞ്ഞൊരു നോവലും കൂടിയുണ്ട്. അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വിമൻ ഇൻ ലവ് എന്നുള്ള ഒരു നോവലും കൂടിയുണ്ട്. അതായത് മോഡേൺ സിവിലൈസേഷനിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഹ്യൂമൻ മൈൻഡിൽ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ദെൻ അനദർ ബാൻഡ് ബുക്ക് ഓഫ് ഹിസ് എന്ന് പറയുന്നത് ലേഡി ഷാറ്റർലീസ് ലവർ ആണ്. അത് കുറച്ച് എന്താ പറയുക, സെക്ഷൽ അണ്ടർടോൺസ് ഒക്കെ അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നത് കൊണ്ടും ഇറോട്ടിക് ആയിട്ടുള്ള കുറച്ച് തീംസ് ഒക്കെ അതിനകത്ത് ഉള്ളത് കൊണ്ടും പിന്നെ ആ ഒരു ബുക്കിനെ ബാൻ ചെയ്ത ഒരു ബുക്കാണ് ലേഡി ഷാറ്റർലീസ് ലവർ. അത് നെറ്റ്ഫ്ലിക്സിനകത്തൊക്കെ അതിൻ്റെ മൂവീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഈ നമ്മുടെ പോയം എന്ന് പറയുന്നത് ഹൗ ബീസ്റ്റ്ലി ദ ബൂർഷോസ് ഈസ് എന്നുള്ളൊരു പോയമാണ്. അത് അപ്പർ ക്ലാസ് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഒരു ക്രിറ്റിസിസം, വളരെ ഹാർഷായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്രിറ്റിസിസമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. പോയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പർ ക്ലാസ് ആളുകൾ, ബൂർഷോസ് എന്ന് പറയുമ്പോൾ അപ്പർ ക്ലാസ് സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരെന്ന് പറയുന്നത് അവരെ ഗോഡിൻ്റെ ഓൺ ഇമേജിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരെന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ആളുകളെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ക്രൂവലി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകളാണെന്നും അവരവരുടെ വെൽത്തും ഇങ്ങനെ എന്താ പറയുക ഷോ ഓഫ് കാണിച്ച് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഫ്ലോണ്ട് ചെയ്ത് നടക്കുന്നവരാണ് ഇവർ. ആൻഡ് അതുപോലെ തന്നെ അവരുടെ അപ്പിയറൻസ് കണ്ടാൽ തോന്നും അവരാണ് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് സിറ്റിസൺ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയുള്ളൊരു ഇമ്പ്രഷനാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ ആളുകളെ, അതായത് ഈ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള സിറ്റിസൺസിനെയൊന്നും ലവ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി പോലും ഇവർക്കില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ അരഗൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. സോ അതുകൊണ്ട് അവർ മോൺസ്റ്റേഴ്സിനെ പോലെയാണ്. അതുകൊണ്ടാണ് അവരെ ബീസ്റ്റ്ലി അതായത് ആനിമലായിട്ട് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് അവർ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവർക്കൊരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരിക്കലും എന്താ പറയത്തില്ല, ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് മെനി ഓഫ് ദം എന്ന് പറയുന്നത് ഈ അവരായിട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കത്തില്ല, അവരുടെ ആൻസസ്റ്റേഴ്സ് വഴി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള വെൽത്ത് കിട്ടി അവർ റിച്ച് ആയിട്ടുള്ള കുറേ ആളുകളായിരിക്കും ഈ അപ്പർ ക്ലാസ് സിറ്റിസൺസ് എന്ന് പറയുന്നത്. അവർ ഫംഗസിനെ പോലെ അല്ലെങ്കിൽ മഷ്റൂംസിനെ പോലെയാണ് ബാക്കിയുള്ളവരുടെ ലൈഫിൽ നിന്ന് എല്ലാം ഊറ്റിയെടുത്ത് അല്ലെങ്കിൽ സക്കൗട്ട് ചെയ്ത് ജീവിക്കുന്നവരാണ് അവർ. ആൻഡ് ദേ ആർ ലൈക്ക് എ ബ്യൂട്ടിഫൈഡ് കോഫിൻ പോലെയാണ് ഇവരെ കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കോഫിനെ പോലെയാണ്. അതായത് എക്സ്റ്റേണലി വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, പക്ഷേ ഇൻറ്റേർണലി വളരെയധികം എന്താ പറയുക ഈവിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയം എന്ന് പറയുന്നത് ഈ ഒരു ആളുകൾക്കെതിരെ, അതായത് അപ്പർ ക്ലാസ് സിറ്റിസൺസിനെതിരെ അല്ലെങ്കിൽ ബൂർഷോസുകാർക്കെതിരെ ഒരു ഫിലോസഫിക്കൽ അറ്റാക്കാണ്. അവരുടെ ആ ഒരു ഇൻജസ്റ്റിസിനെതിരെ കാണിക്കുന്ന ഒരു ക്രിറ്റിസിസമാണ്, ഒരു ഹാർഷായിട്ടുള്ളൊരു ക്രിറ്റിസിസമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. സോ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. ഈ പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിനകത്ത് എസ്പെഷ്യലി മെയിലായിട്ടുള്ള ബൂർഷോസുകളുടെ കാര്യത്തെക്കുറിച്ച്, അതായത് മെയിൽ സ്പീഷീസിനെ കുറിച്ച്, എസ്പെഷ്യലി മെയിൽ അപ്പർ ക്ലാസ് ആയിട്ടുള്ള സിറ്റിസൺസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരെക്കുറിച്ച്, അതായത് അവരെ എമിനൻ്റ്ലി വളരെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ജെന്റിൽമാനെ പോലെയൊക്കെ ഇരിക്കുന്നവരാണ്. സോ അവരെക്കുറിച്ചുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഞാൻ പറയട്ടെ എന്നാണ് നമ്മുടെ പോയിട്ട് നമ്മളുടെ അടുത്ത് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ പറഞ്ഞു പോവാണ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയം എന്ന് പറയുന്നത്
മോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. ഫ്രീ വേഴ്സിലാണ് എഴുതി പോകുന്നത്. യാതൊരു വിധത്തിലുള്ള റൈമോ റിതമിക് പാറ്റേണോ ഈ ഒരു പോയത്തിന് ഇല്ല. അതായത് അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ഒരു കോൺട്രഡിക്ഷനാണ് ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞു പോകുന്നത്. അതായത് ആളുകളെ കാണുന്നത് പോലെയല്ല, അവർ റിയാലിറ്റി ഇങ്ങനെയൊക്കെയാണ്, ക്രൂവലൊക്കെയാണ് എന്ന് പറഞ്ഞു പോകണം. വളരെ പ്രസൻറ്റബിൾ ആയിട്ട് തോന്നുന്ന ആളുകളാണ് ഇവരെല്ലാവരും. പക്ഷേ അവരെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്ന് ഇൻഡയറക്റ്റ്ലി നമ്മുടെ പോയിട്ട് പറയാണ്. ഹാൻഡ്സമായിട്ടും ഹെൽത്തി ആയിട്ടും ഒരു ഫൈൻ സ്പെസിമെൻ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. വളരെ ഫ്രഷ് ആൻഡ് ക്ലീൻ ഇംഗ്ലീഷ് മാനെ പോലെയാണ് പുറത്തവർ. അവരെ ഗോഡിൻ്റെ ഓൺ ഇമേജിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവരെങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിറ്റ് മോർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനോ വന്നു കഴിഞ്ഞാൽ അവർ എന്തായി മാറും എന്നാണ് പറയുന്നത്. അവർ വളരെ സോഗിയായി മാറും, അല്ലെങ്കിൽ ഒരു വെറ്റ് മഷ്റൂമിനെ പോലെ ആയി മാറും എന്നാണ് പറയുന്നത്. ആൻഡ് അവർ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരൊരു ഫൂള് അല്ലെങ്കിൽ ഒരു മെസ്സ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനായി, അതായത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇഡിയറ്റിനെ പോലെ നിൽക്കും എന്നാണ് പറഞ്ഞത്. ആൻഡ് നമ്മൾ അവരുടെ ആ സമയത്തെ ആ ഒരു ഡിസ്പ്ലേ കാണുമ്പോൾ, അതായത് അവരുടെ ആ ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ ഫൈൻ ജെന്റിൽമാൻ ക്വാളിറ്റീസ് ഒക്കെ ഉള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് അതിനെ കൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതായത് പുതിയതായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കാണത്തില്ല. അവരെന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂ ലൈഫിന് ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്കൊരു ഇതും കാണില്ല, ഒരു കേപ്പബിലിറ്റിയും കാണില്ല. അങ്ങനെയുള്ള ഒരു സ്കില്ല് മാർക്കില്ല ഈ ഒരു ബൂർഷോസ് പീപ്പിളിനില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഹൗ ബീസ്റ്റ്ലി ദ ബൂർഷോസ് ഈസ് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിനകത്തുള്ള റിഫ്രെയിൻ എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഓഫൺ കോട്ട് ചെയ്തേക്കുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ലൈൻ ഹൗ ബീസ്റ്റ്ലി ദ ബൂർഷോസ് ഈസ് എന്നാണ്. എസ്പെഷ്യലി ഈ ആണുങ്ങളെ കാണുമ്പോൾ വളരെ ഗ്രൂംഡ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രൂം ചെയ്ത് ഒരു മഷ്റൂമിനെ പോലാണ് അവർ നിൽക്കുന്നത്, ഇറക്റ്റായിട്ട്. അതായത് പക്ഷെ അവർ ശരിക്കും പറഞ്ഞ ഒരു ഫംഗസ് ആണ്. അതായത് ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫിൽ നിന്ന് ഈ ലൈഫ് തന്നെ, അതായത് അവരുടെ ചാൻസസും അവരുടെ ലൈഫ് തന്നെ സക്കൗട്ട് ചെയ്യുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മഷ്റൂം പോലെ അല്ലെങ്കിൽ ഫംഗസ് പോലെയാണ് ഇവരെന്നാണ് പറഞ്ഞു പോകുന്നത്. അതായത് ഈ ഫംഗസിൻ്റെ അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അവർ ഈ ബാക്കിയുള്ള പ്ലാന്റ്സ് ആൻഡ് ലീവ്സിൽ നിന്ന് പറ്റുന്നത്, അതായത് ഈ ലിവിങ് ആ ഒരു പ്ലാന്റ് സ്പീഷീസിൽ നിന്ന് ന്യൂട്രിയൻസ് എല്ലാം സക്കൗട്ട് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്നവരാണ് ഈ മഷ്റൂം പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫംഗസ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ ബൂർഷോസ് എന്നും ആണ് ഇവരുടെ നമ്മുടെ പോയിറ്റ് പറയുന്നത്. ആൻഡ് ദെൻ നമ്മൾ അവരെ തൊട്ട് കഴിഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ഒരു ഓൾഡ് മഷ്റൂം പോലെയാണ്. അതായത് അവരുടെ അകത്ത് ഫുൾ വേംസ് ആണെന്നാണ് പറയുന്നത്. വളരെ ഹോളോ ആണ്, അതിനകത്ത് വെറും പൊള്ളയാണെന്നാണ് പറയുന്നത്. അവർക്ക് സ്മൂത്ത് സ്കിൻ കാണും, ഒരു നല്ല അപ്പിയറൻസ് കാണുമെങ്കിലും അകത്തെന്ന് പറയുന്നത് വളരെ വേമിയാണ്, അല്ലെങ്കിൽ വളരെ ഈവിളാണ്, വളരെ അഗ്ലിയാണ്. ഇവർക്ക് ഷാലോ ഫീലിങ്സ് ആണുള്ളതെന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ അതായത് അവർ പുറത്ത് വളരെ സോളിഡായിട്ടും റെസ്പെക്റ്റബിൾ ആയിട്ടും ഡീസൻ്റ് ആയിട്ടും ഒക്കെ നിൽക്കുമെങ്കിലും അവരുടെ റിയൽ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, വളരെ ക്രൂവലാണ് അവർ, അല്ലെങ്കിൽ വളരെ ഷാലോ ആണ് അവരെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഗോഡിൻ്റെ ഇമേജിലൊക്കെയാണ് അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞാലും ബാക്കിയുള്ളവരെ ദ്രോഹിക്കുക എന്നാണ് ഇവരുടെ ഒരു ജോലി എന്നാണ് പറയുന്നത്. വിത്ത് മണി ആൻഡ് വിത്ത് അപ്പിയറൻസ് അവരെല്ലാവരെയും കാട്ടിലും ബെറ്റർ ആവാനേ എപ്പോഴും നോക്കത്തുള്ളൂ. അവർക്ക് അതിൻ്റേതായിട്ടുള്ള അരഗൻസും പ്രൗഡ്, ആ ഒരു അഹങ്കാരവും പ്രൈഡും ഉണ്ടെന്നാണ് പറയുന്നത്. അവർ വൂൾസ് ഇൻ ഷീപ്പ് ക്ലോത്തിങ് എന്നാണ് നമ്മുടെ പോയറ്റ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ പോയതിൻ്റെ തുടക്കത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇവരെക്കുറിച്ച് കുറച്ച് പ്ലീസിങ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൻ്റെ ലാസ്റ്റിലോട്ടൊക്കെ വരുമ്പോൾ വളരെ ഗാസ്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്ത് മോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പോയം പറഞ്ഞു പോകുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അപ്പിയറൻസസ് എന്നാണ് വിളിക്കുന്നത്. അതായത് മിയർ ഷാഡോസ് എന്നാണ് വിളിക്കുന്നത്. ഇംഗ്ലണ്ടിലുള്ള മിയർ ഷാഡോസ് അല്ലെങ്കിൽ മിയർ അപ്പിയറൻസസ്, അതായത് ഒരു ഫിസിക്കൽ ബോഡിയോ യാതൊരു വിധത്തിലുള്ള ഇൻറ്റഗ്രിറ്റിയോ വാല്യൂ ഇല്ലാത്ത വെറും അപ്പിയറൻസസ് ആയിട്ടാണ് പോയിറ്റ് ഇവരെ വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ദ പോയിറ്റ് ഫീൽ സോറി. എന്തുകൊണ്ടാണ് പറയുന്നത്, അതായത് അവരെ ഒന്നും കൂടി, അതായത് ഇങ്ങനെയുള്ള ആളുകൾ ആ ഇംഗ്ലണ്ടിൻ്റെ സോയിലിൽ തന്നെ അങ്ങ് മണ്ണോട് ചേർന്ന് പോകുന്നതാണ് നല്ലത്. അതായത് ഇവർക്ക് മുന്നേ വന്ന ആളുകളോ അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകളെ ഒന്നും എനിക്ക് കിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുവാണ്. അങ്ങനെ ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ്, അതായത് ഇവരെ അങ്ങ് മെൽറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതായത് ഇവർ പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിൻ്റെ സോയിലിലോട്ട് പെട്ടെന്ന് തന്നെ, അതായത് മരണമടഞ്ഞു പോകട്ടെ, അതായത് ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇനി ജനിക്കാതിരിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ പോയറ്റ് പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയത്തിനകത്ത് നമുക്ക് ഇനി പറയാനുള്ളത് മാർക്സിൻ്റെ ഐഡിയാസ് ഓഫ് ക്യാപിറ്റലിസം എങ്ങനെയാണ് ഇതിനകത്ത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്. മാർക്സ് എന്ന് പറഞ്ഞ ആളും എന്തിനെതിരെയാണ്, നമ്മുടെ ഈ ബൂർഷോ സൊസൈറ്റി അല്ലെങ്കിൽ ബൂർഷോ ക്ലാസ്സിനെതിരെയാണ് ഇവരും, മാർക്സ് എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പോൾ മാർക്സ് ഈ ഒരു
ഫൗണ്ടിങ് ഫാദർ ഓഫ് കമ്മ്യൂണിസം ആണ് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഓതറും കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ദാസ് ക്യാപിറ്റൽ കൂടിയാണ്. ആൻഡ് ദെൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റോട് കൂടി, അതായത് ക്ലാസ് കോൺഫ്ലിക്റ്റ് വഴിയാണ് ഹ്യൂമൻ ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എക്കണോമിക് ചേഞ്ചിൻ്റെ റിസൾട്ടോട് കൂടിയേ സംഭവിക്കുകയുള്ളൂ. അതായത് ഫിനാൻഷ്യലി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് അത് സൊസൈറ്റിയിലും അതുപോലെ തന്നെ പൊളിറ്റിക്കലിയും അത് റിഫ്ലക്റ്റഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ. ആൻഡ് ദെൻ മാർക്സ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനെയൊക്കെ ഇങ്ങനെ, അതായത് മാർക്സ് ഡാർവിൻ്റെ ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, തിയറീസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഡാർവിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം എതിരായിരുന്നു, ഈ ഒരു ഐഡിയക്ക് എതിരെയായിരുന്നു. അതായത് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രാജുവലി ഇങ്ങനെ വന്ന് ഒരു വയലൻറ്റ് കോൺഫ്ലിക്റ്റ് ആകുമ്പോഴാണ് വലിയൊരു ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇദ്ദേഹവും ക്യാപിറ്റലിസത്തിനെതിരെയായിരുന്നു, അതായത് വർക്കേഴ്സിൻ്റെ ഒപ്രഷനെതിരെയും അതായത് ഈ അപ്പർ ക്ലാസ് സിറ്റിസൺസിനെതിരെയും ഒക്കെ ആയിരുന്നു ഇദ്ദേഹവും പോരാടിക്കൊണ്ടിരുന്നത്. അവരുടെ ആ ഒരു ഏലിനേഷനും ഒക്കെ അതിന് ഇദ്ദേഹം എതിരായിരുന്നു. റിലിജൻ എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയുള്ളൊരു മാർഗം മാത്രമാണെന്നും ഇതൊരു ഹ്യൂമൻ കൺസ്ട്രക്റ്റ് ആണെന്നും ഇതൊരു ഓപ്പിയം എന്നാണ് വിളിച്ചിരുന്നത്. ആളുകളുടെ ഓപ്പിയം എന്നാണ് റിലിജനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. പിന്നെ അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് എന്തിനെതിരെയാണ്? നമ്മുടെ ക്യാപിറ്റലിസത്തിന് അല്ലെങ്കിൽ ഈ ബൂർഷോ സൊസൈറ്റിക്കെതിരെയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിനകത്ത് വരുമ്പോൾ രണ്ട് ഐഡിയാസും സെയിം തന്നെയാണ്. മാർക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ, അതായത് കുറച്ച് പേരുടെ കയ്യിൽ മാത്രമാണ് പവർ ഒതുങ്ങുന്നതെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് എതിരായിട്ട് വരും എന്ന് വിശ്വസിച്ചൊരു മനുഷ്യനാണ്. ഓക്കെ. അപ്പം അതായത് ഈ ഇപ്പോൾ ഈ മാർക്സിൻ്റെ തിയറിക്കകത്ത് ക്ലാസ് എന്ന് പറയുന്നുണ്ട്. ക്ലാസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഗ്രൂപ്പ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് എന്ന് വെച്ചാൽ പൈസയുള്ളവർ, അതായത് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. അപ്പോൾ ഈ പൈസ ഉള്ളവൻ്റെ കയ്യിൽ ഈ പവർ ഉണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ പവറോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പവർ ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരെ അവൻ അത് വെച്ച് കൺട്രോൾ ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നവരെയാണ് നമ്മുടെ മാർക്സ് ബൂർഷോസ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ആ ബൂർഷോസിൻ്റെ ഒരു ടിപ്പിക്കൽ ബൂർഷോ എന്നാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ D.H. ലോറൻസ് കാണിക്കുന്നത്. അവരെങ്ങനെയാണ് വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ ഡോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു പോയത്തിനകത്തൂടെ കാണിക്കുന്നത്. ബൂർഷോസ് എന്ന് പറയുമ്പോൾ നല്ല എമിനൻ്റ് ആയിട്ട് പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ കണക്ക് കുറച്ച് ആളുകളാണ്, അപ്പർ ക്ലാസ് ആളുകളാണ്. എക്സ്റ്റേണലി അവർ ഹെൽത്തി ആയിട്ടും ഹാൻസം ആയിട്ടും ഫ്രഷ് ക്ലീൻ ജെന്റിൽമാൻ ആയിട്ടും തോന്നുമെങ്കിലും അവർ ഇന്റേണലി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവർ വളരെയധികം ക്രൂവലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത ആളുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അതിനെയൊന്നും ഫേസ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവർ ചിക്കൻ ഹാർട്ടഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ചിക്കൻ ഹാർട്ടഡ് എന്ന് വെച്ചാൽ ഉള്ളിൽ പേടിയുള്ളവരെന്നുള്ളൊരു രീതിയിൽ, പേടിത്തൊണ്ടന്മാരെന്നുള്ള രീതിയിൽ. ഓക്കെ. ആൻഡ് ഇവരൊരു മഷ്റൂം പോലെയാണ്, അല്ലെങ്കിൽ ഒരു പാരസൈറ്റ് പോലെയാണ്. ആരെങ്കിലും ഇവരെ ഒന്ന് ടച്ച് ചെയ്യുകയോ സ്ക്രാച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർ വളരെ ഈവിളാണെന്നും വളരെ പൊള്ളയാണെന്നും, അതായത് ഇവർ ഹോളോ ആണെന്നും നമുക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്പിയറൻസസിനെ ഇവരെ വെറും ഷാഡോസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ വെറും ഷാഡോസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾ ഇംഗ്ലണ്ടിലെ സോയിലിലോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ പോയിറ്റ് തന്നെ വിഷ് ചെയ്യുന്നത്. അപ്പം മാർക്സിസം അല്ലെങ്കിൽ മാർക്സിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ എയിം എന്ന് പറയുന്ന ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് കോമൺ പീപ്പിളിന് ഓണർഷിപ്പ് കൊണ്ടുവരിക. പ്രൊഡക്ഷൻ്റെ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ്റെ ആണെങ്കിലും എക്സ്ചേഞ്ചിൻ്റെ ആണെങ്കിലും കോമൺ പീപ്പിളിൻ്റെ കയ്യിൽ വേണം ആ ഒരു പവർ ഇരിക്കാൻ. റിച്ചിൻ്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമൺ പീപ്പിൾ എപ്പോഴും എന്തായിരിക്കും? പൂറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ കോമൺ പീപ്പിൾ എന്ന് പറയുന്ന ഈ ബൂർഷോസിൻ്റെ വിക്ടിംസ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ക്ലാസ്സിനെതിരെയാണ് ഈ ഒരു പോയം ഒരു അറ്റാക്ക് നടത്തുന്നത്. വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഈ അപ്പർ ക്ലാസ് ആളുകൾക്കെതിരെയാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഈ പോയം സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആയിട്ടുള്ള പുവർ ആയിട്ടുള്ള സിറ്റിസൺസിനെയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഹൗ ബീസ്റ്റ്ലി എന്നുള്ള ഈ ഒരു ടേം യൂസ് ചെയ്തേക്കുന്നതെന്ന് പറയാം. ബീസ്റ്റ്ലി എന്ന് വെച്ചാൽ ആനിമൽ ലൈക്ക് നേച്ചറാണ് ഈ അപ്പർ ക്ലാസ് പീപ്പിളിനുള്ളത്. ഇംഗ്ലണ്ടിലാണ് ഈ ഒരു പോയം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബൂർഷോസ് എന്ന് പറയുമ്പോൾ ആരാണ്? അപ്പർ ക്ലാസ് പീപ്പിളാണ് അല്ലേ കേട്ടോ. പിന്നെ മെട്രിക്കൽ പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീ വേഴ്സ് ആണ്, ഒരു റൈമും ഒരു റിതമും ഇല്ല. റിഫ്രെയിൻ എന്ന് പറയുന്നത് ഹൗ ബീസ്റ്റ്ലി ദ ബൂർഷോസ് ഈസ് എന്നുള്ളതാണ് ഇവിടുത്തെ റിഫ്രെയിൻ. ഒരുപാട് സിമിലീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ അപ്പർ ക്ലാസ് പീപ്പിളിനെ മഷ്റൂം എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോഗി എന്ന് വിളിക്കുന്നുണ്ട്, അതായത് വെറ്റ് എന്നുള്ള രീതിയിൽ, നനഞ്ഞ് കുതിർന്ന എന്നുള്ള രീതിയിൽ. ഓക്കെ.
പിന്നെ പോയം എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, വളരെ സിമ്പതറ്റിക് ആയിട്ട്. അതായത് ഈ ബൂർഷോസിനെ ഒന്നും എനിക്ക് കിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, കാരണം അവരെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ഈ സോയിൽ ഓഫ് ഇംഗ്ലണ്ടിലോട്ട് ചേർന്ന് പോയല്ലോ, അതായത് ഒരുപാട് പേര് മരിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ അങ്ങ് മരിച്ചു പോകും, അതായത് ഒരു യൂസും ഇല്ലാത്ത ആളുകളാണല്ലോ, അപ്പോൾ അവർ എന്തായാലും ഈ ഒരു വെറ്റ് സോയിലിലോട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോൺ എന്താണെന്ന് വെച്ചാൽ, ഈ പോയത്തിൻ്റെ ടോൺ എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഹേറ്ററോട് കൂടിയും വെറുപ്പോട് കൂടിയും, അതായത് ഡിസ്ഗസ്റ്റോട് കൂടിയാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ആൻഡ് ദെൻ ബൂർഷോസിനെ എന്തുകൊണ്ടാണ് ഫംഗസ് അല്ലെങ്കിൽ പാരസൈറ്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദേ സക്സ് ഔട്ട് ദ ലൈഫ് ആൻഡ് വിർച്യൂ ഔട്ട് ഓഫ് ഓൾ ദി പീപ്പിൾ, അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ബീസ്റ്റ്ലി എന്നുള്ളത് ഇവിടെ അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളത്, ബൂർഷോസിനെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ ബൂർഷോസ് എന്ന് പറയുന്ന വീക്ക് മൈൻഡഡ് പീപ്പിൾ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? അവർക്കൊരു പുതിയ ഇമോഷനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രോബ്ലമോ ഫേസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കില്ല. അവരപ്പോൾ ഒരു വെറ്റ് മഷ്റൂമിനെ പോലെ അങ്ങ് ആയി പോകും എന്നാണ് പറഞ്ഞത്. അവരൊരു മെസ്സായി പോകും, അവരൊരു ഇഡിയോട്ടിക് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. ഇഡിയോട്ടിക്കലി അവരിത് ഡീൽ ചെയ്യത്തോളൂ, പുതിയ പുതിയ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യത്തോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ കൈൻഡ് ഓഫ് ഇൻ്റലിജൻസ് ഡിമാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരപ്പോഴേ എന്ത് ചെയ്യും? അവർക്ക് ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലൊരു കോൺട്രഡിക്ഷനാണ് ഈ ഒരു പോയത്തിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ എങ്ങനെ എഴുതും? അതായത് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഇവർ കാണാനൊക്കെ നല്ല ജെന്റിൽമാൻ പോലാണെങ്കിലും റിയാലിറ്റിയിൽ ഇവർ വളരെ ക്രൂവലാണെന്നാണ് പറയുന്നത് ബൂർഷോസ്. അപ്പം ആ ഒരു എക്സ്പ്ലനേഷൻ, അതായത് നമ്മുടെ പോയത്തിനകത്ത് മിസ് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇതിനകത്തും എഴുതാനുള്ളത്. അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലൊരു കോൺട്രഡിക്ഷനാണ് ഈ ഒരു പോയത്തിനകത്ത് ഡി.എച്ച്. ലോറൻസ് കൊണ്ടുവരുന്നത്. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഇവർ ഹൈലി പ്രസന്റബിൾ ആണ്, വളരെ റിച്ച് ആണ്, കഴിവുള്ളവരാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇവർ ഉള്ളിൽ എന്ന് പറയുന്നത് ഇവരെന്താണ്, ഒരു കഴിവും ഇല്ലാത്ത, അതായത് അധികം സ്കിൽഡ് അല്ലാത്ത, കേപ്പബിലിറ്റി ഒന്നും ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് വേണം ഇവരുടെ ആ ഒരു പിന്നെ പോയിട്ട് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളത് ആ പോയിന്റ്സ് പറയാൻ. അതായത് ഇവരെ കമ്പയർ ചെയ്തിരിക്കുന്നതും കോഫിനായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതും ഒക്കെ, മഷ്റൂമായിട്ടും പാരസൈറ്റായിട്ടും ഫംഗസായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതും എല്ലാം പറയാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഓൾ.